വിട്ടോ പറയാം. വരട്ടെ പോകാൻ വരട്ടെ. വണ്ടി എടുക്കല്ല. അല്ലാതെ എവിടുത്തെ മര്യാദയാ? വണ്ടി കൈ കാണിച്ചെടുത്തിട്ട് വേറെ വണ്ടിയിലാ കയറിപ്പോക്ക്. കൈ കാണിച്ച തോന്നിയോടത്തല്ല വണ്ടി കൊണ്ടുവന്ന് നിർത്തുക. ഏത് മോട്ടോർ വാഹനം അത് എവിടെ നിൽക്കുന്നൊന്നും ഗ്യാരണ്ടി തരാൻ പറ്റൂല. എന്റെ സൗകര്യത്തിന് നിർത്തണ വണ്ടി മതി എനിക്ക്. ഓടോ. പിന്നെ അങ്ങനെ മൊയ്തീനെ ഏകുയാക്കിയിരുന്നാലും വണ്ടി ഒന്നാണ് പോട്ടെ. മൊയ്തീന് കൈ നിസ്സാര കാര്യത്തിൽ എന്തിനാ വഴക്ക്? അല്ല മൂപ്പർക്ക് നമ്മളെ വണ്ടി കയറാൻ സൗകര്യപ്പെടുമെന്നൊന്നും അറിയണല്ലോ. സാർ ഇറങ്ങി ആ വണ്ടി പോയിട്ട് എന്റെ വയറ്റിപ്പഴുപ്പ് മുട്ടിക്കണ്ട. വന്നാട്ടെ. താൻ ഈ നരന്ന് പോളേനൊക്കെ പേടിക്കാൻ പോയാ പിന്നെ ആരെയൊക്കെ പേടിക്കും? പേടിക്കേണ്ടവരൊക്കെ പേടിക്കണ്ടേ സാറേ. കാള പറ്റൂന്ന് കേട്ടാ കയറെടുക്കുന്ന സ്വഭാവം ആ നത്തിന്റെ. നത്തോ മൂങ്ങ ആരെങ്കിലും അവിടെ. സാറ് വണ്ടി കയറി. അപ്പൊ എവിടാ പോണ്ടേ? താൻ വിട്, ഞാൻ പറയാം. ഒരു മിനിറ്റ്, ഇപ്പൊ വരാം. വേഗം വരണം. ഹലോ, ഇതാര്? വെൽക്കം. എത്ര നാളായി കണ്ടിട്ട്. സോപ്പിടൊന്നും വേണ്ട. കഴിഞ്ഞ ആഴ്ച ഞാൻ വന്ന് സംസാരിച്ചൊക്കെ മറന്നോ? മറക്കാൻ നോക്കൂ, ഇമ്പോസിബിൾ. ഇരിക്കൂ, സിരോ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എന്നെ നിങ്ങളുടെ പഞ്ചാര കേൾക്കാനല്ലേ ഞാൻ വന്നത്. എനിക്കിന്ന് രണ്ടാലൊന്നും അറിയണം. എന്റെ വീട് നിങ്ങൾ ഒഴിഞ്ഞു തരുമില്ലേ? നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്ത മാറ്റർ ആണത്. ഇന്നൊരു തീരുമാനത്തിലെത്തണം. നിങ്ങൾക്ക് എന്റെ വീട് വാടകയ്ക്ക് തന്നു എന്നൊരു തെറ്റ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. നടന്നിരുന്ന എന്റെ കാലിന്റെ ചെരുപ്പ് തേഞ്ഞു. നല്ല ചെരുപ്പല്ലാഞ്ഞിട്ടാ. ബാറ്റയാണെങ്കിൽ ഇത്ര പെട്ടെന്ന് തേയൂല. എന്നത്തേക്ക് ഒഴിഞ്ഞു തരും? ഡിയർ നായർ, ബിലീവ് മീ, വീട് ഒഴിഞ്ഞു തരണമെന്ന് എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. സൗകര്യപ്രദമായ ഒരു വീട് അന്വേഷിക്കാൻ തുടങ്ങിയിട്ട് കൊല്ലം 2 കിട്ടണ്ടേ? കിട്ടിയാൽ ആ നിമിഷം ഞാൻ ഒഴിഞ്ഞിരിക്കും. നായരില്ലേ പാവം, അയാൾ വെയിറ്റ് ചെയ്യും. അയാൾ അവിടെ നിൽക്കട്ടെ. ഒരു വീട് ഞാൻ സംഘടിപ്പിച്ചു തന്നാലോ? ആ നിമിഷം ഞാൻ ഒഴിയും. അറ്റ് ദാറ്റ് മൊമെന്റ്. എന്നാൽ ഈ നിമിഷം ഒഴിഞ്ഞു ഞാനൊരു വീട് ശരിയായി കേട്ടാ വരുന്നത്. പക്ഷെ എല്ലാ സൗകര്യം ഉണ്ടോ? കൺവീനിയൻസ്, ഓൾ കൺവീനിയൻസ്. 4 മുറി, അടുക്കള, കക്കൂസ്, ലൈറ്റ്, പൈപ്പ്, ആശുപത്രി, ബസ് സ്റ്റോപ്പ്, സ്കൂള്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ടൗൺ ആണോ? ടൗൺ. മുറ്റത്ത് കാർ വരുമോ? ശ്രമിച്ചാൽ അടുക്കളയിൽ വരും. അടുത്ത അമ്പലം ഉണ്ടോ? 2 കിലോമീറ്റർ അപ്പുറത്ത് ഒന്നാന്തരം ദേവീക്ഷേത്രമുണ്ട്. 2 കിലോമീറ്ററോ? ദാറ്റ് ഈസ് ടു മച്ച്. നോ, ആ വീട് ശരിയാവില്ല. അടുത്തൊരു അമ്പലമില്ലാത്ത വീടാണോ? കള്ളമേന്നെ. പിന്നെ എന്നിട്ട് അടുക്കളയിലുണ്ട് അമ്പലം. എത്ര നാളോടെ എന്നെ കൊരങ്ങളിപ്പിക്കുന്നു? ഡോടോ, വീടിന്റെ ആധാരം തന്റെ പേരിലായിരിക്കും. പക്ഷെ ഞാൻ താമസിക്കുമ്പോ ഇതെന്റെ വീടാ. എന്റെ കുടുംബത്തൊന്ന് വഴക്കുണ്ടാക്കിയാൽ തന്റെ എല്ല് കാണൂല. എന്ന് താൻ എന്നെ കൊല്ലടോ, കൊല്ല്. ഞാനത് ചെയ്യില്ല. പക്ഷെ ചെയ്യാൻ പറ്റിയൊരു എന്റെ കൂട്ടത്തിലുണ്ട്. നീലണ്ട. എന്താ മാവ? കണ്ടോ, പുതിയ സർക്കസിലെ ഫയൽവാൻ, എന്റെ അനന്തരവൻ, സ്വന്തം അനന്തരവൻ. ഒരു മിനിറ്റ് തന്നെ നേരത്തെ. എന്താ പ്രശ്നം? പ്രശ്നം എന്റെ അമ്മാവൻ തന്നെയാ. 6 മാസം എന്ന് പറഞ്ഞിട്ട് വാടക കൊടുത്തതാ. കൊല്ലം 7 കഴിഞ്ഞു. വാടക കൂട്ടിത്തരാൻ പറഞ്ഞാൽ അത് സാധ്യമല്ല. എനിക്ക് എന്റെ പെൻഷനില്ലാതെ വേറെ വരുമാനമില്ല. എന്റെ വീട് ഒഴിഞ്ഞു കിട്ടണം. ഒഴിഞ്ഞു തരാൻ എനിക്ക് മനസ്സില്ല. താൻ കൊണ്ട് കേസ് കൊടുക്കും. കേസ് കൊടുക്കാൻ തന്നെയാ പോണത്. ഒഴിപ്പിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. നോക്ക്, ലെറ്റ് us see. പോടോ. പാമ്പ് കടിക്കുള്ളൂ. അവന്റെ തലയിൽ ഇടുത്തി വീഴും. മനസാക്ഷി ഇല്ലാത്തവൻ. വണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് വിട്ടു. അല്ല, ഈ പോലീസും കോടതി ഒന്നും ഇല്ലാതെ കഴിച്ചൂടെ? അത് താനാണോ നിശ്ചയിക്കുന്നത്? അതല്ല, സാറിന് വീട് ഒഴിഞ്ഞിട്ടാ പോരെ. പോലീസും കോടതി ഒന്നും കൂടാതെ ഒരു എളുപ്പ വഴിയുണ്ട്. ഇവനല്ല അവനെ തണ്ടനിറക്കി തരാം. അതെന്ത് വഴി? അതൊരു വളഞ്ഞ വഴിയാ. കുറച്ച് കാശിയിൽ പോവും. പറ്റുമോ? കാശില് വയ്യ. എന്നാ 10 മൊയ്തീനെ കൊടുത്താ. ഇറങ്ങിക്കോളി. എന്റെ കൊണ്ടിട്ട് പോരി. നാരായണ, നാരായൺ ഇവിടെയാണോ? ഇന്നടുത്തൊന്നുമില്ല. ഇവിടാണ് സ്ഥിരമായിട്ട് പകലുറക്കം. രാത്രിയോ? രാത്രി സാധാരണ ഉറക്കല്ലോ. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ എവിടെയും കിടന്നുറക്കും മൂപ്പര്. ഈ കക്ഷിക്ക് വീടില്ലേ? വീട് എന്ന് പറഞ്ഞാൽ കാണുമൊക്കെ മൂപ്പരെ വീട് തന്നെ. വരി, ധൈര്യമായിട്ട് വരി, കയറിക്കോളി. ഇതിന്റെ പ്രധാന ദോസ്താണ് മൂപ്പര്. നോക്കണേ നാരായണ. അവര് ഇവിടെ ഒക്കെയാണ് മൂപ്പര് ആസ്ഥാനം. എത്ര ചോര കണ്ടോനാണ് ഇവൻ. ഇതാ വേറെ ഒന്ന് കണ്ടോ, മനുഷ്യന്റെ ചങ്കും കോരിൽ എവിടെയൊക്കെയാണ് നമ്മളെക്കാൾ കൃത്യമായിട്ട് അറിയാൻ. നമുക്ക് കൊല്ലും കൊലപാതകമൊന്നും വേണ്ടട്ടോ. എനിക്ക് വീടൊന്നും ഒഴിപ്പിച്ച് കിട്ടിയാൽ മതി. എന്തും അതിന്റെ വഴിക്ക് നാരായണ ഹാൻഡിൽ ചെയ്തോളൂ. പന്ത് ഇപ്പൊ നമുക്ക് വിട്ടുന്ന സ്ഥിതിക്ക് ഇനി സാറ് കളിയിൽ ഇടപെടരുത്.
നാരായണൻ പന്തേറ്റ് ഗോൾമുഖത്തേക്ക് പാഞ്ഞു കയറും, ഗോൾ അടിക്കും. പോരെ? ആളെ ഇനി എവിടെ ചെന്ന് തപ്പും? നമ്മളില്ല കൂടെ, നിങ്ങൾ നടക്കേ വരി പോവാ. ഇതാരുടെ വീടാ? ഇതൊക്കെ നമ്മളെ വീട് തന്നെ. സാർ നാണിക്കാതെ വന്നാട്ടെ. ആണോ? ശാന്തമ്മേ, ശാന്തമ്മേ. മൊയ്തനിക്ക, ആ, ഞാൻ വിചാരിച്ചു ഈ പാവങ്ങളെയൊക്കെ മറന്നൂന്ന്. അങ്ങനെ അങ്ങോട്ട് മറക്കാൻ ഒക്കും നിന്നെ? കേറി ഇരിക്കേട്ടാ, അല്ലെങ്കിൽ ഉമ്മറത്തിരിക്കണ്ട, അകത്തോട്ടിരിക്കാം. വേണ്ട വേണ്ട, അയാൾ അവിടെ നിന്നോളൂ. ഓ, എനിക്കറിയാം മൊയ്തനിക്കാക്ക് ഇപ്പൊ എന്നോട് ഒരു സ്നേഹവും ഇല്ല. ശാന്തമ്മേ, അത് പറയരുത്. സ്നേഹമില്ല എന്നുള്ളൊരു വാക്ക് ശാന്തമ്മ പറയരുത്. വന്ന കാര്യം പറയടോ. ആ, പറയും പോലെ. നാരായണേട്ടനകത്തുണ്ടോ? ഏത് നാരായണേട്ടൻ? നത്തോ? നത്തോ? ഒന്ന് പതുക്കെ പറ. ആളെങ്ങനെ അകത്തുണ്ട് പുളിച്ച തെറിയേക്കൂ. ഒന്ന് വിളിക്കടി. അയ്യോ, ഇവിടെ ഇല്ല. എന്റെ അടുത്ത് കളവ് പറയരുത്. എന്റെ അമ്മയാണ് സത്യം. നാരായണേട്ടൻ ഇവിടെ ഇല്ല. ഞാൻ രാവും പകലും ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് എവിടെ പോയി കിടക്കണ ഇയാള്? കയ്യിൽ കുറച്ച് കാശ് വന്നു പെട്ടിട്ടുണ്ടല്ലോ, അത് തീർക്കാതെ ഇരിക്കപ്പുറതി ഉണ്ടാവില്ല. വന്ന കാലേ നിൽക്കാതെ അകത്തി കയറി ഇരിക്കേട്ടാ. വാടോ, പോകാം. നാരായണേട്ടന് വന്നൊരു കോളാണ്. ഇനി ഇയാൾ എവിടെ ചെന്നാണ് തപ്പ് റബ്ബേ? അല്ല സാറേ, എങ്ങനെ വല്ലതും പറയാനുണ്ടോ? എന്ത്? അല്ല, ലേശം റെസ്റ്റ് എടുത്തിട്ട് പോയാ പോരെ? താ വണ്ടി എടുക്കണോ? ആ, എന്നാ പോവാ. ജോസ് ഒന്ന് നോക്കുക. നീ നമ്മളെ നത്തിനെ കണ്ടോ? ഇല്ല. ഇനി ഇയാൾ എവിടെ ചെന്ന് കിടക്കുന്നു പഠിച്ചോനെ? എന്താ കാര്യം? നല്ലൊരു കോള് വന്നിട്ടുണ്ട്. നമ്മളെ കൊച്ചുകുഞ്ഞാശാന്റെ കടയിലെത്തി പോന്നതാ. നത്തിന് ഉടനെ കിട്ടണം, അല്ലെങ്കിൽ പാർട്ടി കയ്യിൽ നിന്ന് പോവേ. അയ്യോ വിടണ്ട, നത്തിന് ഏത് തെങ്ങിന്റെ മണ്ടയിലായാലും നമുക്ക് തപ്പിയെടുക്കാം. എന്ന് ജോസ് ഒന്നാ വഴിക്ക് നീങ്ങ്. ആ. ഞാൻ ഒന്ന് ഷാപ്പ് പോയേക്കാം. ആയിക്കല്ലേ. അല്ലെങ്കിൽ ഇവിടെയൊക്കെ തൂങ്ങിത്തിരിഞ്ഞ് നിൽക്കുന്നത് കാണാം. ആവശ്യത്തിന് ഒരാൾ അന്വേഷിച്ചോ കാണില്ല. ചോദിക്കുന്നതിൽ തെറ്റിദ്ധരിക്കരുത്. ഈ കക്ഷികളെയൊക്കെ നമുക്ക് വിശ്വസിക്കാമോ? നത്ത് പാവം നമ്പ ഇത്തിരി ചെറ്റത്തരം കയ്യിലുണ്ടെന്നേ ഉള്ളൂ. ആ മൊയ്തീനുണ്ടല്ലോ വേതാളം, അവനെ അങ്ങനെ നമ്പണ്ട, കള്ളനാ. നത്തു നാരായണന്റെ വലം കയ്യാന്ന് പറഞ്ഞ അവന്റെ നടപ്പ്. നത്തിന് വലം കയ്യോ ഇടം കയ്യോ ആയിട്ട് ആകെ ഒരൊറ്റ ഒരുത്തനേ ഉള്ളൂ, രാമു, ഇടിയൻ രാമു. രമേട്ടാ, ഒരാൾ കാണാൻ വന്നിരിക്കുന്നു. ആരാ? ആരാന്ന് പറഞ്ഞില്ല. എന്താ അത്യാവശ്യം അത്ര? അയാളാണ്. ആ തന്നെ. ആരാ മനസ്സിലായില്ല? എന്റെ പേര് ഭാസ്കരൻ നായർ. ആ ടയർ കടക്കാരനെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞപ്പോഴറിഞ്ഞത് നിങ്ങളെ കണ്ട ആളെ പിടികിട്ടുവന്നു. ആരെ? നമ്മുടെ നാരായണൻ. ഓഹോ, തല്ലാനോ കൊല്ലാനോ? കൊല്ലൊന്നും വേണ്ട, വേണ്ടി വന്ന് 4 പൂശു പൂശണം. എനിക്ക് എന്റെ വീട് ഒഴിഞ്ഞു കിട്ടും. അതിന് നാരായണനാരാ? പോലീസാ? അതിന്റെ കാശ് എത്രയാണെന്ന് വെച്ചാൽ കൊടുക്കാന്നേ. അങ്ങനൊരു കാശ് അവന് വേണ്ട. മനുഷ്യന്മാര് നന്നാവാൻ സംഭവിക്കത്തില്ല അല്ലടോ. തെമ്മാടിത്തരത്തിന് അവനെ വിളിച്ചോണ്ട് പോയി ഇടിച്ചതിന്റെ പണ്ട ഞാൻ കലക്കും. അതിന് എന്നെ ഇടിച്ചിട്ട് എന്താ കാര്യം? നിങ്ങൾ പോയി അയാളോട് പറ. അവനെ തല്ലിയാ നന്നാവില്ല. ഇനി അവനെ ഗുണ്ടായസിന് വിളിക്കാൻ വരുന്നവർക്കാടി, മനസ്സിലായോ? എനിക്ക് ഏത് നേരത്തെ ഈ ബുദ്ധി തോന്നി എന്റെ ദൈവമേ. ചൊവ്വനായിട്ടിരുന്നെങ്കിൽ മനുഷ്യന് സൗകര്യമായിട്ട് നടക്കാമായിരുന്നു. എന്തൊരു കല്ലടലാണ്. എടാ കള്ള പന്നി, ആളെ മക്കറാക്കിട്ട് മുങ്ങാണല്ലേ? അടിച്ചാന്റെ സിൽവർ ഞാൻ അളക്കും. ഇതിന് ഓട്ടോറിക്ഷ കാശ് എത്രയാണെന്ന് വെച്ചാൽ തന്നേക്കാം. പിന്നെ നാരായണൻ തപ്പി ഞാൻ നടന്നതിന്റെ കാശാരി വരും. എല്ലാം കൂടി എത്രയാണെന്ന് വെച്ചാൽ തന്നേക്കാം. ആ, എന്നാ ഒരു 500 കൊടു. 500 രൂപ? പിന്നെ 10-20 കിലോമീറ്ററിലെ എവിടെയുള്ളൂ. ഞാനൊരു 50 രൂപ തരാം. എന്റെ തനി സ്വഭാവം നീ അറിയും. ഇത് വലിയ പുലിവാലായല്ലോ എന്റെ ഈശ്വര. ഇനി ബസ് കാശുള്ളൂ, ഇത് ഞാൻ തരില്ല. മതി, ബാക്കി നാരായണൻ കൂട്ടി വീട്ടിൽ വരുമ്പോ വാങ്ങിച്ചോണ്ട്. എനിക്കൊരു നത്തിനെ വേണ്ട, നാരായണനും വേണ്ട. തടി ഒഴിവായി കിട്ടിയാൽ മതി. ഇത് എന്ത് പിശാചിക്കലാണ്? ഉടുമ്പ് പിടിക്കണവരെ പിടിക്കണത്. ഒന്ന് അവിടെ ഒന്ന് ഇവിടെ. എന്ത്